എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ നേരത്തെയാണ് എപ്പോഴും ലൊക്കേഷനിൽ എത്താറ് അല്ലേ? ഒരിക്കൽ മാത്രമാണ് എന്നെ കാണാതായ ഒരു അനുഭവം ഉണ്ടായത്. അത് നമ്മളെല്ലാവരും കൂടി പോയ ഒരു ഖത്തർ ദുബായ് ട്രിപ്പിന് ശേഷം ഷാർജയിൽ വെച്ചാണ് എന്നെ കാണാതെയാവുന്നത്. എനിക്ക് തന്നെ കാണാതായ ദിവസങ്ങളാണ് എന്നെ. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് എന്ത് പറയും? ഒരാളെ കാണാതെ ആവുമ്പോ നമുക്കും കാണാതെ ആവുമല്ലോ അല്ലേ? എന്നെ കാണാതായി എന്ന് പറയാൻ പറ്റുമോ? മനസ്സിലായ ഞാൻ പറഞ്ഞത് പാർവതിക്ക്? അപ്പൊ അതിനെ കുറിച്ച് ഞാൻ എങ്ങനെ പറയും? അറിയായിരുന്നു എവിടെ പോയിന്ന് ഒരു ഐഡിയ ഉണ്ടായില്ല അല്ലേ? ഞാൻ സെറ്റിൽ വന്നപ്പോ എല്ലാരും എന്നോടാ ചോദിച്ചേ ഷൈൻചേട്ടൻ എവിടെ പോയി. ഞാൻ ഓക്കെ. ഇനി നമ്മുടെ സിബിയുടെ അച്ഛൻ ഒരു ബേബി. എങ്ങനെയുണ്ടായിരുന്നു ഷെയ്നായിട്ടുള്ള നമ്മുടെ ഷൂട്ടിംഗ് സെറ്റിലെ അനുഭവങ്ങളൊക്കെ? ഞങ്ങളെ കെമിസ്ട്രിയാണ്. രണ്ട് കെമിസ്ട്രി ഉണ്ട്. എന്ത് ചോദിച്ചാൽ കേട്ടില്ല. ഞങ്ങള് തമ്മില് സിബി ഷെയ്ൻ എന്ന് പറഞ്ഞാൽ എന്റെ സുഹൃത്തിന്റെ മകനാണ്. കുട്ടിക്കാലം പോലെ എനിക്ക് അറിയാവുന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമയാണത്. അതുകൊണ്ട് ആദ്യം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യം പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളുടെ സംഘടനയുടെ പുത്രനാണ് ഇപ്പൊ. അറിയാലോ, ഞങ്ങളുടെ അമ്മ സംഘടനയുടെ വളർത്തു പുത്രനാണ്. അപ്പൊ ആ വളർത്തു പുത്രനെ നോക്കേണ്ട കടമ ചുമതലയാക്കിയതിലായിരുന്നു. പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ള വെച്ചാൽ ഞാൻ പലപ്പോഴും പൊട്ടിത്തെറിക്കേണ്ട അവസ്ഥയിൽ പോലും ഷെയ്ൻ ഭയങ്കര കൺട്രോളായിട്ട് പോയ ഒരു സിനിമയാണ്. ഞാൻ ആലോചിച്ചു ഈ പയ്യൻ ഇത്രയും കൺട്രോൾ ഉണ്ടോ എന്നൊക്കെ. കാരണം ഈ പറഞ്ഞ പോലെ 5:30 മണിക്ക് പോകേണ്ട സ്ഥലത്ത് എന്നേക്കാളും മുമ്പ് എണീറ്റ് ലൊക്കേഷനിലെത്തുകയും അതുപോലെ തന്നെ പല കാര്യങ്ങളിലും അദ്ദേഹം അതിനെക്കുറിച്ച് ഡീൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ഞങ്ങളുടെ സംഘടന എല്ലാവരോടും പറഞ്ഞു. കാരണം നമ്മൾ അന്ന് പറഞ്ഞ വളരെ കറക്റ്റാണ്. നമ്മളതെടുത്ത തീരുമാനങ്ങൾ വളരെ നല്ലതാണ്. ഇനിയുള്ള കാലം ഈ ഷെയ്ൻ്റെ തന്നെ ആയിരിക്കും എന്നുള്ളത് യാതൊരു വ്യത്യാസമില്ല. ഇത് ഞാൻ വളരെ വ്യക്തമായിട്ട് അന്ന് പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ മീറ്റിങ്ങിൽ ഞങ്ങളുടെ സംഘടനയുടെ മീറ്റിങ്ങിലെല്ലാം പറഞ്ഞതാണ്. ഒരാളെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് എളുപ്പമാണ്. പക്ഷെ അത് ഈ ഷൈനെ കുറിച്ച് ഇത്തിരി പറയാൻ കൂടുതലുണ്ട്. ഞാൻ ഷെയ്ൻ നികത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ എന്തായാലും ഞങ്ങൾ ആദ്യത്തെ ഒരു ദിവസം ഞങ്ങൾക്ക് ഒരു ഹെവിയായിട്ടുള്ള ഒരു ഹ്യൂമറായിട്ടുള്ള സംഭവമാണ്. അത് ഞങ്ങൾ വളരെ അതിലുള്ള ഞങ്ങൾ വേറെ ഞങ്ങളുടെ ധാരണയിലായി. പിന്നെ ഞങ്ങൾ അങ്ങ് തകർത്തിട്ടുണ്ട്. ഇനി ബാക്കിയെല്ലാം ഇത് കാണുന്ന ആൾക്കാരിലേക്ക് എടുക്കും. താങ്ക് യു. അപ്പോ ഒരു സിനിമ ഇറങ്ങുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇതിന് എപ്പോ വരും? കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.